Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി ചൂടുകാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും വാട്ടർമെലൺ വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കുന്നവരായിരിക്കും, പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്യൂസാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറച്ചും വാട്ടർമെലൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നന്നാരി സർബത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 400 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സിയിലേക്ക് വാട്ടർമെലണും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഇനി നിങ്ങൾക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് ഇതിന് പകരം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം ഇതിലേക്ക് നന്നാരി സർബത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നാരി സർബത്ത് കുറച്ച് മധുരമുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.